ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാവോ എന്നുള്ളതാണ്. പല ആളുകളും പറയാറുണ്ട് എനിക്കൊരു പോളിസി ഉണ്ട്, ഇനി കൂടുതൽ എടുക്കണേ എങ്ങനെയാ എന്ന് ചോദിക്കാൻ. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എടുക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിലേറെ പോളിസികൾ എടുക്കാം. അത് നമ്മളുടെ ഓരോ ജീവിതത്തിന്റെ, ഞാൻ പല എപ്പിസോഡിലും പറയാറുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പല മാറ്റങ്ങളിലും അല്ലെങ്കിൽ പല ചേഞ്ചുകളിലും അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന പല ഗ്രോത്തും, ഇൻകത്തിലായാലും നമ്മുടെ ജീവിത സ്റ്റൈലിലായാലും ഒക്കെ വരുന്ന ഓരോ മാറ്റത്തിനനുസരിച്ചും നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് കവറേജ് മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലേറെ പോളിസി എടുക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന, ഇപ്പോൾ ഒരാൾ പോളിസി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചെറിയ ജോലിയിൽ കയറിയ ആളായിരിക്കാം. അയാൾ അതിനുശേഷം ആ ജോലി അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു ഇൻകത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വലിയ ആ ഇൻകത്തിനനുസരിച്ച് വലിയ പോളിസിയിലേക്ക് മാറാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ പോളിസി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അയാൾ ആവുകയും കുടുംബം ഉണ്ടാവും, കുട്ടി ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇൻഷുറൻസ് കവറേജ് എടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നിലേറെ പോളിസികൾ എടുക്കാം. അതുപോലെ തന്നെ ഇൻ കേസ് ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും എല്ലാ പോളിസികളിൽ നിന്നും അയാൾക്ക് ഡെത്ത് ബെനിഫിറ്റ് അയാളുടെ നോമിനിക്ക് നേടാനുള്ള അവകാശവുമുണ്ട്. അവിടെ ഒരുവിധ തടസ്സങ്ങളും അവിടെ ഉണ്ടാവുന്നില്ല. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾക്ക് ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിലൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിയുടെ സമ്മർഷയുടെ ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അണ്ടർ റൈറ്റിംഗ് എന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രം ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പോളിസി തരണോ വേണ്ടയോ എന്നൊക്കെ കമ്പനി തീരുമാനിക്കുന്നത് എന്ന് മാത്രം. അത് ആ ഒരു പോളിസി എടുക്കുന്ന സമയത്തുള്ള പ്രോസസ്സിങ് മാത്രമാണ്. അത് നമ്മുടെ ഡെത്ത് ബെനിഫിറ്റിനെയോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്ന പോളിസികളുടെ എണ്ണത്തിനെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ ജീവിതവും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതവും നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിനുള്ള ലൈഫ് ഇൻഷുറൻസുകൾ നമ്മൾ ഓരോ ഘട്ടത്തിലും എടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഒന്നിലേറെ പോളിസികൾ നമുക്ക് എടുക്കാം. അത് നമുക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ തന്നെ ഈ പോളിസികളിൽ എല്ലാത്തിലുമുള്ള ഡെത്ത് ബെനിഫിറ്റും മറ്റു ബെനിഫിറ്റുകളെല്ലാം തന്നെ നമ്മുടെ നോമിനിക്ക് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.